ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിലുപരി ഒരു സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ് കേട്ടോ. നിങ്ങൾക്കിത് സൂം ചെയ്താൽ കാണാം, അറ്റത്ത് കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അതായത് ഞങ്ങളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ ഫ്ലൈറ്റ് താഴെ കൂടെ പോകുന്നത് കാണാം. അപ്പോൾ നമ്മുടെ സെനക്കുട്ടി വരുന്ന ഫ്ലൈറ്റാണത്. അപ്പോൾ ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് പാസ് ചെയ്തപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ച് അവളെടുക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ആരെ വിളിക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി അവളെ ബ്രദേഴ്സ് ഒരു ചെറിയൊരു ബൊക്ക റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആയിട്ട് ഞങ്ങൾ പോയി. ഇവിടെ വെയിറ്റ് ചെയ്യണ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ മസ്കറ്റ് എയർപോർട്ടിൻ്റെ മേലെ ഇതുപോലെ വരുന്നവർ താഴെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഒരുവിധം ആൾക്കാർക്ക് അറിയുമായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളെ മോളെ ലഗേജ് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ നേരമായി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു ഫോട്ടോ എടുക്കാം, എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ആയി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. മോള് കുറച്ച് മാസമായി ഇപ്പോൾ നാട്ടിൽ നിന്ന്, ഒരു 8 മാസത്തോളമായി ഇവിടെ വന്നിട്ട്. കാരണം ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ കുറച്ച് ആയിട്ട് നാട്ടിൽ വന്നിട്ടും പോയിട്ടും നാട്ടിലായിരുന്നു അധികം ഉണ്ടായിരുന്നത്. ഇതാ നമ്മുടെ സനമോളാണ് കേട്ടോ, ആ ബ്ലൂ പാൻറ് ഇട്ടിട്ട് അവൾ ലഗേജ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ വീണ്ടും വരാം. അതായത് എനിക്ക് കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ വന്നിട്ടും പോയിട്ട് അധികം നാട്ടിലായിരുന്നു. ഇപ്പോൾ 2024 ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് കുറച്ചായി ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിൽ വേറെ ആരുമില്ലല്ലോ, മോൾ തന്നെയല്ലേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും അവൾക്ക് വെക്കേഷനൊന്നുമല്ല, പക്ഷേ എന്നാലൊരു 10 ഡേയ്സ് ലീവ് എടുത്തിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ അവൾ വരണേ, അവളെ സ്വീകരിക്കാനായിട്ട് അവളെ ബ്രദർ ഓർഡറുണ്ട്. 2 ബ്രദറും ഞാനും ഇക്കയും എൻ്റെ 2 ബ്രദേഴ്സും കൂടിയാണ് അവളെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. എത്രയാണെങ്കിലും നമ്മളെ മക്കൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കണം, അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് അറിയാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.